ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന പാഠപഠനത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ വളരെയധികം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് പാഠം 5 വൻ വിവാദം എന്ന പുസ്തകമാണ് ഈ ക്വാർട്ടറിൽ നാം പഠിക്കുന്നത്. അതിൻ്റെ 5ാമത്തെ പാഠത്തിലേക്ക് നാം കടന്നു വന്നു. എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായ വിശ്വാസം. അതിൻ്റെ മനപ്പാഠവാക്യം: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സങ്കീർത്തനം 119:11. ഞാൻ വീണ്ടും അത് വായിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സങ്കീർത്തനം 119:11. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുവചനം പഠിക്കുവാൻ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ തിരുമേനിയുടെ തിരുകൃപ ധാരാളമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങളെ നിറയ്ക്കണം. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അടിയനെയും അനുഗ്രഹിക്കണം. മാനവും മഹത്വവും പങ്കെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായ വിശ്വാസം. ശരിക്കും യാഥാസ്ഥിതികര്, പ്രോട്ടസ്റ്റൻ്റ്, 2 വിഭാഗമുണ്ട്. മനപ്പാഠവാക്യത്തിൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രോട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യാഥാസ്ഥിതിക മതവിഭാഗങ്ങളിലുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ്. അവർക്ക് ജീവിക്കുവാൻ യോഗ്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ വിശ്വാസം അവർക്ക് പ്രധാനമാണ്. അവരുടെ സത്യസന്ധതയിൽ വിട്ടുവീഴ്ച അവർ ചെയ്യാറില്ല. അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണ്. ഈ വിശ്വാസങ്ങളെ നിഷേധിക്കുന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം മരണത്തിന് തുല്യമാണ്. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ആന്തരിക സമാധാനം അവരനുഭവിച്ചിരുന്നു. ഇത് ഞാൻ പ്രോട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ദൈവമക്കളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. ഇന്നത്തെ പഠനത്തിൽ നവീകരണത്തിന് അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ബൈബിളിൽ സഭാവിഭാഗങ്ങളിൽ നവീകരണമുണ്ടായത് എങ്ങനെയെന്ന് നമ്മൾക്ക് പഠിക്കാം. അതിൽ നവീകരണ കർത്താക്കളായിട്ട് വന്നവരിൽ അവരെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് അവരെ നവീകരണ പ്രസ്ഥാനത്തിൽ നിന്നത്. അതിൻ്റെ ഉദാഹരണം, മാറ്റിമറിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഈ ഇന്നത്തെ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിക്കാം. ശരിക്കും നാം പഠിക്കുമ്പോൾ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായി തിരുവചനം വായിക്കുക, പഠിക്കുക, അതനുസരിക്കുക എന്നുള്ളതാണ് അവർ അടിസ്ഥാന തത്വമായി എടുത്തിരുന്നത്. ഈ ശാശ്വത സത്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള വലിയ തർക്കത്തിലെ അവസാന പ്രതിസന്ധിക്ക് നമ്മളെ സജ്ജരാക്കുകയാണ്. നാം ബൈബിൾ നന്നായി പഠിക്കുക, തിരുവചനം വായിക്കുക, പഠിക്കുക, അതിനനുസരണമായി ജീവിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക. ഇതൊക്കെ നാം ചെയ്യുമ്പോൾ നമ്മുടെ അവസാന പോരാട്ടത്തിൽ അതിനെ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മെ സജ്ജരാക്കുന്നു. നന്മയും തിന്മയും തമ്മിൽ നവോത്ഥാന പരിഷ്കർത്താക്കൾ നടത്തിയ യുദ്ധം അത് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ യുദ്ധം തുടരുന്നതിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നത്. ഞായറാഴ്ചത്തെ ഭാഗം നാം പഠിക്കുമ്പോൾ ദൈവവചനം മാത്രം. സങ്കീർത്തനം 119, 103, 104. തിരുവചനം എൻ്റെ അണ്ണാക്കിനെത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിൽ നല്ലത്. നിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഇതാണ് സങ്കീർത്തനം 119, 103, 104 ഞാൻ വായിച്ചത്. തിരുവചനം എൻ്റെ അണ്ണാക്കിനെത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അപ്പോൾ ശരിക്കും ഒന്നുകിൽ പാപം നമ്മെ ദൈവവചനത്തിൽ നിന്ന് അകറ്റും. പാപം നമ്മെ ദൈവവചനത്തിൽ നിന്ന് അകറ്റും. അല്ലെങ്കിൽ ദൈവവചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും. ഞാൻ വീണ്ടും പറയാം, പാപം നമ്മെ തിരുവചനത്തിൽ നിന്ന് അകറ്റും. എന്നാൽ തിരുവചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും. അപ്പോൾ ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവവചനം ശരിക്കും മാധുര്യമുള്ളതായി തോന്നുകയുള്ളൂ. അല്ലാത്തവർക്ക് തിരുവചനം വായിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ അതിൽ നിന്ന് അവർക്ക് യാതൊരു മാധുര്യതയും അനുഭവപ്പെടില്ല.
അപ്പോൾ ഒരു ദൈവവൈതലിനെ സംബന്ധിക്കുന്നിടത്തോളം തിരുവചനം വളരെ മധുരമുള്ളതാണ്. അല്ലാത്തവർക്ക് അത് കയ്പ് നിറഞ്ഞതായി തോന്നും. സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നതിന് സങ്കീർത്തനക്കാരന് സഹായമായി നിലനിന്നത് ദൈവവചനമാണ്. അപ്പോൾ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ സകല വ്യാജമാർഗത്തിൽ നിന്ന് നമ്മൾക്ക് വിട്ടു നിൽക്കുന്നതിന് ആധാരമായി സങ്കീർത്തനക്കാരൻ പറയുന്നത് തിരുവചനമാണ്. അപ്പോൾ സങ്കീർത്തനം 119 162, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. സങ്കീർത്തനക്കാരൻ തിരുവചനത്തെക്കുറിച്ച് പറഞ്ഞത് വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ തിരുവചനത്തിൽ ആനന്ദിക്കുന്നു. അപ്പം തിരുവെഴുത്തുകളാണ് നവീകരണകർത്താക്കളുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ പഠിപ്പിക്കലിൻ്റെയും സത്തയുടെ അടിസ്ഥാനം. അപ്പോൾ നവീകരണകർത്താക്കൾ അവർ തിരുവചന ഭാഗം വായിച്ച് പഠിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ മനസ്സിലാക്കിയ കാര്യം മറ്റു വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നത്, അവർക്ക് അതിന് പകർന്നു കൊടുക്കുവാൻ കർത്താവ് അവരെ സഹായിച്ചത് അവരുടെ തിരുവചന പഠനമാണ്. പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. അപ്പോൾ കെട്ടുപോകുന്ന അല്ലെങ്കിൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആധാരമായി നാം പഠിച്ചു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തിരുവചനം ആണ്. ഇതിപ്പോൾ ഓരോ വാക്കിനും നവീകരണകർത്താക്കൾ വില കൽപ്പിച്ചു. ബൈബിളിലുള്ള ഓരോ വാക്കിനും നവീകരണകർത്താക്കൾ വില കൽപ്പിച്ചു. അവർ അതിൻ്റെ പേജുകൾ വായിക്കുകയും വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും നവീകരണകർത്താക്കൾ എന്താണെന്നറിയാൻ ചെയ്തത്, അവർ തിരുവചനം വരിവരിയായി എല്ലാ വരികളും വായിച്ചു, അതിൻ്റെ എല്ലാ വാക്കുകളും അവർ മനസ്സിലാക്കി, അതിൽ നിന്ന് അവർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെല്ലാം അവർ വിശ്വസിച്ചു. അപ്പോൾ അവരുടെ വിശ്വാസം ശക്തിപ്പെടുകയും ധൈര്യം പുതുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു കൊടുത്തിരിക്കുന്ന തിരുവചനത്തിൽ കൂടി നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മൾക്ക് ജീവിക്കുവാൻ ശക്തി തരുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം ശക്തിപ്പെടുകയും ധൈര്യം പുതുക്കപ്പെടുകയും ചെയ്തു. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ദൈവവചനം നാം വായിക്കുമ്പോൾ ദൈവവചനത്തിൽ കൂടി വ്യക്തിപരമായിട്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. വാഗ്ദത്തങ്ങളിലൂടെയാണ് കൃപയും നമ്മോട് അറിയിക്കുന്നത്. ഓരോ വാഗ്ദത്തവും ദൈവം നൽകി തരുമ്പോൾ നമ്മൾക്ക് കർത്താവിൻ്റെ കൃപയും ശക്തിയും നാം അനുഭവിക്കുകയാണ്. അത് അറിയുന്നതും നമ്മൾ തിരുവചനത്തിൽ കൂടിയാണ്. തിരുവെഴുത്തുകൾ നമ്മുടെ ദുഃഖത്തിൽ സന്തോഷവും നമ്മുടെ തളർച്ചയിൽ പ്രത്യാശയും നമ്മുടെ അന്ധകാരത്തിൽ വെളിച്ചവും നമ്മൾക്ക് നൽകി തരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തിരുവചനം നമ്മൾക്ക് എന്തൊക്കെയാണ് നൽകി തരുന്നത്? നമ്മുടെ ദുഃഖത്തിൽ നമുക്ക് സന്തോഷം, നമ്മുടെ തളർച്ചയിൽ നമുക്ക് പ്രത്യാശ, നമ്മുടെ അന്ധകാരത്തിൽ നമുക്ക് വെളിച്ചം. ഇതെല്ലാം നമ്മൾക്ക് ലഭിക്കുന്നത് തിരുവചനത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ ബലഹീനതയിൽ ബലവും അജ്ഞതയിൽ ജ്ഞാനവും നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ബലം തരുന്നുണ്ട്, നമ്മുടെ അജ്ഞതയിൽ നമുക്ക് ജ്ഞാനം നൽകി തരുന്നതും തിരുവചനമാണ്. നവോത്ഥാനകർത്താക്കൾ അവരുടെ മനസ്സിനെ തിരുവെഴുത്തുകളാൽ പൂരിതമാക്കി എന്ന് പറയുക. എന്താണ് പൂരിതമാകുക? നിറച്ചു വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുഴുവൻ ശക്തിയിലും അവരിൽ അനുഭവപ്പെട്ടു. അതാണ് തിരുവെഴുത്ത്. നവോത്ഥാനകർത്താക്കൾ തിരുവെഴുത്തുകൾ കൊണ്ട് അവരുടെ ഹൃദയം, അവരുടെ മനസ്സൊക്കെ പൂരിതമാക്കിയിരുന്നു. അവർ വചനമനുസരിച്ച് ജീവിച്ചു. പലരും വചന നിമിത്തം മരിക്കുകയും ചെയ്തു. ഈ കർത്താക്കൾ, ഈ നവീകരണ കർത്താക്കൾ അവർ ജീവിച്ച കാലഘട്ടത്തിൽ അവരത് വിശ്വസിച്ചു, അതിൽ നിന്ന് ശക്തി ആർജിച്ചു. അത് കാരണം തന്നെ അവർ മരിക്കേണ്ടിയും വന്നു. ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്നതാണ് ശരിക്കും ജോൺ വിക്ലിഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബൈബിൾ വായിച്ചു മനസ്സിലാക്കി അത് ലോകമെമ്പാടും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, ലോക ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ജോൺ വിക്ലിഫ് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അത് ഹീബ്രു ഭാഷയിലും ഗ്രീക്കിലും അർമേനിയൻ ഭാഷയിലൊക്കെയാണ് എഴുതിയിരുന്നത്. അത്
ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്കാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവസാന പോരാട്ടം വരെ നിന്ന് പോരാടി വിക്ലിഫ്. അങ്ങനെ ഒരു സാധാരണ വ്യക്തിക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് പോലെ ബൈബിളിനെ അങ്ങനെ ആക്കി തീർത്തത്, ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിഭാഷപ്പെടുത്തിയത് ജോൺ വിക്ലിഫാണ്. അന്ന് ജോൺ വിക്ലിഫിൻ്റെ കാലത്ത് അത് നിയമവിരുദ്ധമായിരുന്നു. ബൈബിളിനെ വായിക്കുന്നതും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും മറ്റു ഭാഷയിലാക്കുന്നതും എല്ലാം അത് ശരിക്കും നിയമവിരുദ്ധമായതിനാൽ അദ്ദേഹത്തെ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്തു. എന്നിട്ട് മതഭ്രാന്തനായിട്ട് മുദ്രകുത്തി, മാത്രമല്ല വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു. ബൈബിൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത പേരിൽ, അത് മറ്റുള്ളവരുടെ ഇടയിൽ എത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ അവർ അദ്ദേഹത്തെ കൊന്നു. നാം തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ വരുമ്പോൾ ദൈവവചനം കൈമാറുന്നു. ദൈവവചനം കൈമാറുന്നു. 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നവന്. മറ്റുള്ളവരുടെ നമ്മൾ നല്ല വാസനയുള്ളവരാക്കി മാറ്റുന്നതിന്, നമ്മുടെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നതിന് ആ ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലന് സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള തൻ്റെ വേലയിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. എന്നാൽ ദൈവവചനം വിജയിക്കുമെന്ന പരിപൂർണമായി ആത്മവിശ്വാസത്തോടു കൂടിയാണ് അപ്പോസ്തലൻ പ്രവർത്തിച്ചത്. അപ്പം നവീകരണ കർത്താക്കൾക്ക് സമാനമായ പരീക്ഷകളും പ്രശ്നങ്ങളും അപ്പോസ്തലനും നേരിടേണ്ടി വന്നു. അതികഠിനമായ പ്രതിസന്ധികൾ അതീവ ധൈര്യത്തോടെ നേരിട്ട ഒരു ദൈവഭക്തനാണ് ടിൻഡെയിൽ, വില്യം ടിൻഡെയിൽ. ഏറ്റവും വലിയ കഠിനമായ പ്രതിബന്ധങ്ങൾ നേരിട്ടു. അതിനെ വളരെ അതീവ ധൈര്യത്തോടെ നേരിട്ടു. ഈ പ്രതിസന്ധികളെല്ലാം ഈ ശരിക്കും ദൈവവേല ചെയ്യുമ്പോൾ, ദൈവവചനം പ്രചരിപ്പിക്കുമ്പോൾ, തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ, മറ്റുള്ളവരെ വായിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ ആ കാലത്ത് അതീവ കഠിനമായ ശിക്ഷയായിരുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ച ഏറ്റവും വലിയ ഉദാഹരണമാണ് വില്യം ടിൻഡെയിൽ. ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർക്ക്, ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർക്ക് ഏറ്റവും മനസ്സിലാകത്തക്ക രീതിയിൽ ബൈബിള് അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് തന്നെ വിവർത്തനം ചെയ്യുന്നതിനും, നേരത്തെ ജോൺ വിക്ലിഫ് വിവർത്തനം ചെയ്ത ആ പുസ്തകത്തിലുള്ള പിശകുകൾ തിരുത്തുന്നതിനുമാണ് വില്യം ടിൻഡെയിൽ പദ്ധതിയിട്ടത്. ഒടുവിൽ ടിൻഡെയിലിനെയും അറസ്റ്റ് ചെയ്തു, വിചാരണ ചെയ്തു. ജർമ്മനിയിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് അച്ചടിച്ച പുസ്തകം ബൈബിൾ കത്തിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച്. പിന്നീട് പല ബൈബിൾ വിവർത്തനങ്ങളും പിടിച്ചെടുത്തു, അതെല്ലാം പരസ്യമായി കത്തിച്ചു. AD 1536 ബെൽജിയത്തിൽ വിചാരണ ചെയ്തു. മതവിരുദ്ധത ആരോപിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കുകയും അദ്ദേഹത്തെ ചുട്ടുകൊല്ലാനാണ് സ്തംഭത്തിൽ കിട്ടി. എന്നാൽ ചുട്ടുകൊല്ലുന്നതിന് മുൻപ് വേറൊരാൾ വന്ന് കഴുത്ത് ഞെരിച്ച് കൊന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിച്ചു. എന്നാൽ മരണസമയത്ത് ടിൻഡെയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഉറപ്പായിട്ടും ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണ് തുറന്നു. ടിൻഡെയിലിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായി ദൈവം ഉത്തരം നൽകി. അദ്ദേഹത്തിൻ്റെ മരണശേഷം 4 വർഷത്തിനുള്ളിൽ വേദപുസ്തകത്തിൻ്റെ 4 ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ പ്രസിദ്ധീകരിച്ചു. 1611 കിങ് ജെയിംസ് വേർഷൻ പ്രസിദ്ധീകരിച്ചു. 2011 കിങ് ജെയിംസ് വേർഷൻ്റെ 400ാമത്തെ വാർഷികം ആഘോഷിച്ചു. ഇവിടെ 2454
ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ്. 2454 ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു. ദശലക്ഷക്കണക്കിന് ആളുകളെ ആ ബൈബിൾ സ്വാധീനിച്ചു. അന്ന് ഇന്ത്യയിൽ ചെയ്ത ആ ത്യാഗത്തിൻ്റെ വില ഇന്നും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്. അപ്പോൾ സാഹചര്യങ്ങൾ എത്ര ദുഷ്കരമാണെങ്കിലും എത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ദൈവം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം പ്രവർത്തിക്കുന്നു എന്ന് തിരുവചനത്തിൽ വിശ്വാസമുള്ള അദ്ദേഹത്തിൻ്റെ സഹായികളും സഹപ്രവർത്തകരും വിശ്വസിച്ചു. ഒരുപാട് കഠിനമായ പ്രതിസന്ധികളിൽ കടന്നുപോയി. ജീവൻ നഷ്ടപ്പെട്ടു. അവരെ കൊന്ന ശരീരത്തെ വെറുതെ വിട്ടില്ല, അത് കത്തിച്ചു കളഞ്ഞു. ദാനിയേൽ 12:3 എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രശോഭിക്കും. അപ്പം ദാനിയേൽ 12:3 അതാണ് നമ്മൾക്ക് ടിൻഡയുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കുവാനുള്ളത്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നും പ്രകാശിക്കും. വെളിപ്പാട് 14:13 ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പം ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, ഇതെല്ലാം ടിൻഡേലിനെ സംബന്ധിക്കുന്നിടത്തോളം അന്വർത്ഥമാണ്, നക്ഷത്രമാണ്, ഭാഗ്യവാന്മാരുടെ പട്ടികയിലുമുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ ആത്മാവിൽ പ്രകാശിതമാകുന്നു. ഒരു ദിവസം മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തി പുരോഹിതനാണ്, കത്തോലിക്ക പുരോഹിതനാണ്. യൂണിവേഴ്സിറ്റി വായനാശാലയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് ആ വഴിത്തിരിവ്? വേദപുസ്തകത്തിൻ്റെ ഒരു ലാറ്റിൻ പതിപ്പ് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ഒരു പുസ്തകം അതിനു മുൻപ് കണ്ടിട്ടേയില്ല. പുരോഹിതനാണ്, പൗരോഹിത്യ അതിൻ്റെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തു. ഇങ്ങനെ ഒരു പുസ്തകം അന്ന് വരെ ആ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്നത് വരെ കണ്ടിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പുസ്തകം വായിച്ചു വർദ്ധിച്ച സന്തോഷത്തോടെ ഓരോ വാക്യങ്ങളും അധ്യായങ്ങളും ഓരോ പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചു. ആശ്ചര്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളും അദ്ദേഹം മറിച്ച് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം എല്ലാ പുസ്തകം അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. അതിൻ്റെ ഓരോ പേജുകളും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ലൂതറിന് അനുഭവപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ പേജുകളുമായിട്ടുള്ള തൻ്റെ ആദ്യ അനുഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം എഴുതി. ദൈവം അന്ന് ഒരൊറ്റ കോപ്പിയേ ഉള്ളൂ ബൈബിളിൻ്റെ, അത് അവരുടെ ലൈബ്രറിയിലാണ്. ഈ പുസ്തകം വായിച്ച് ഓരോ താളും വായിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ മാർട്ടിൻ ലൂതർ തൻ്റെ ആദ്യാനുഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, ദൈവം എനിക്കായി സ്വന്തമായി അത്തരം ഒരു ഗ്രന്ഥം തന്നിരുന്നെങ്കിൽ. യോഹന്നാൻ 16:13 മുതൽ 15 വരെ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ യോഹന്നാൻ 16:13 മുതൽ 15 വരെയുള്ള ഭാഗത്ത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. യോഹന്നാൻ 14:25-26 ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്, ഞാനിപ്പം നിങ്ങളോടുകൂടെയുണ്ട്, എന്നാൽ ഏറിയ കാലം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോടുകൂടെ ഇല്ല. അന്ന് എന്താ സംഭവിക്കുന്നത്? എങ്കിലും പിതാവ്, അപ്പോൾ പരിശുദ്ധാത്മാവ്, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും.
തിരുവചന എഴുത്തുകാർക്ക് പ്രചോദനം നൽകിയ അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് തിരുവചന എഴുത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ബൈബിളിലെ 66 പുസ്തകങ്ങളും അത് എഴുതുമ്പോൾ പ്രചോദനം കൊടുത്ത അതേ ആത്മാവാണ് തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നമ്മളെയും നയിക്കുന്നത്. അപ്പോൾ നാം തിരുവചനം പഠിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? നാം തിരുവചനം എടുക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം. തിരുവചനം പഠിക്കുന്നതിന് മുമ്പ് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവണം. പരിശുദ്ധാത്മാവാണ് ദൈവിക സത്യത്തിൻ്റെ ദിവ്യ വ്യാഖ്യാതാവ്. അങ്ങനെ ഒരു പ്രസ്താവന വേറെ എവിടുന്നുമില്ല. പരിശുദ്ധാത്മാവാണ് ദൈവിക സത്യത്തിൻ്റെ ദിവ്യ വ്യാഖ്യാതാവ്. അപ്പോൾ ശരിക്കും സാത്താൻ ഒരു വിധത്തിലും തിരുവെഴുത്ത് നമ്മിൽ നിന്ന് അകറ്റി നിർത്തുവാൻ കഴിയില്ല. നാം ദൈവത്തോട് കൂടുതൽ അടുത്ത് നിന്നാൽ പിശാചിന് ഒരു കാരണവശാലും പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് അടർത്തി മാറ്റിക്കളയാൻ പറ്റില്ല. സാത്താൻ അങ്ങനെയൊക്കെ ആയപ്പോൾ സാത്താൻ അവൻ്റെ അടുത്ത തന്ത്രം ആവിഷ്കരിച്ചു. എന്താണ് സാത്താൻ ആവിഷ്കരിച്ച അടുത്ത തന്ത്രം? ഇനി നമ്മൾ ബൈബിളിനെ കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനി അല്ലാത്ത എല്ലാവരോടും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം പറയും ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യമാണ് എന്നത്. അത് സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. പ്രത്യേകിച്ച് സങ്കീർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും വലിയ സംഗീതവും ഉത്തമഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ സാഹിത്യ രചനയുമാണെന്ന് പറയുന്നുണ്ട്. അപ്പം അവൻ തന്നെ അടുത്ത തന്ത്രം ആവിഷ്കരിച്ചത് വേദപുസ്തകത്തിൻ്റെ അമാനുഷിക സ്വഭാവം നീക്കം ചെയ്ത് കേവലം അതിനെ ഒരു ഏറ്റവും മികച്ച സാഹിത്യകൃതിയാക്കി എന്നതാണ്. അപ്പം സത്യത്തിൻ്റെ കാര്യസ്ഥൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ പറയുന്നത്. പരിശുദ്ധാത്മാവിന് വേറൊരു പേരുകളുണ്ട്, ആശ്വാസപ്രദൻ. അപ്പം സത്യത്തിൻ്റെ ആത്മാവ് എന്ന പദവും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുവാൻ ഉപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പം ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ ക്രിസ്തു മാത്രം, കൃപ മാത്രം. എഫേസ്യർ 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ രക്ഷകൃപയാൽ വിശ്വാസം മൂലം. അപ്പോൾ ഇവിടെ എഫേസ്യർ 2:8 പറയുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾക്ക് രക്ഷ തരുന്നത്. എന്നാൽ ആ രക്ഷ സ്വായത്തമാക്കുന്നത് വിശ്വാസത്തിൽ കൂടിയാണ്. കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം പാപിക്ക് വിശ്രാന്തി മാത്രമല്ല ആനന്ദവും നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൃപയാൽ വിശ്വാസത്താലുള്ള നമ്മൾ നീതീകരിക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസിക്കൊരു ഒരു വിശ്രാന്തി, അതുമാത്രമല്ല ഓരോ മനുഷ്യർക്കും ആനന്ദവും നൽകുന്നുണ്ട്. റോമർ 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്മേൽ നിത്യജീവൻ തന്നെ. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം എന്താണ്? അത് മരണം. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് നിത്യജീവൻ. അപ്പോൾ പാപം നാം ചെയ്താൽ അത് മരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവായി സ്വീകരിച്ചാൽ നമുക്ക് നിത്യജീവനാണ്. അപ്പം ദൈവം രക്ഷ ഒരു ദാനമായി നൽകിയതാണ്. അപ്പം കാൽവറിയിൽ ക്രൂശിലെ മരണത്തിലൂടെ അത് സൗജന്യമായി, രക്ഷ എന്ന് പറയുന്ന ദാനമാണ്. അത് നമ്മൾക്ക് ലഭിച്ചത് കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ അത് സൗജന്യമായി നൽകിയതാണ്. അത് വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഇത് വളരെ ഇൻ്റർകണക്റ്റഡ് ആണ്. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് നമ്മൾക്ക് ലഭിക്കുന്നത് കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് സൗജന്യമായി അത് നൽകപ്പെട്ടു. അത് വിശ്വാസത്താൽ നാം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ നീതി സമ്പൂർണ്ണ അനുസരണമാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ദൈവത്തിൻ്റെ നീതി സമ്പൂർണ്ണ അനുസരണം ആവശ്യപ്പെടുന്നുണ്ട്. നാം ലംഘിച്ചിരിക്കുന്ന ദൈവിക നിയമം നമ്മെ നിത്യമരണത്തിന് വിധിക്കുന്നു. അപ്പം നമ്മൾ ലംഘിക്കുന്ന ദൈവിക നിയമം അത് നമ്മെ നിത്യമരണത്തിന് വിധിക്കുന്നു. നമ്മുടെ പാപഭംഗിലമായ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിന് മംഗലേൽപ്പിച്ചു. അപ്പോൾ ശരിക്കും നാം ലംഘിച്ചിരിക്കുന്ന ദൈവിക നിയമം നമ്മെ നിത്യ മരണത്തിന് വിധിക്കുന്നു.
പാപഭംഗിരമായ നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിന് മങ്ങൽ. എന്താണ് ദൈവത്തിൻ്റെ തീരുമാനം? നമ്മൾ നന്നായി തന്നെ ജീവിക്കണമെന്നും ദൈവത്തോടൊപ്പം ജീവിക്കണമെന്നുമുള്ളതാണ് ദൈവത്തിൻ്റെ തീരുമാനം. അപ്പോൾ നമ്മളെടുത്ത തെറ്റായ തീരുമാനം ആ തീരുമാനത്തിന് മങ്ങൽ ഏൽപ്പിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പാപം ചെയ്തു എന്നാണ്. എന്താണ് അതിൻ്റെ അനന്തരഫലം? പാപം ചെയ്ത ദേഹി മരിക്കും. എന്നാൽ ഇവിടെ ഒരു സദ്വർത്തമാനം നമ്മൾക്കായിട്ടുണ്ട്. പാപം ചെയ്ത ദേഹി മരിക്കും, എന്നാൽ ദൈവം കൊടുക്കുന്ന സദ്വർത്തമാനം അല്ലെങ്കിൽ സദ്വാർത്ത റോമർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ദൈവത്തിൻ്റെ കൃപാവരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു ദാനമാണ്. നമുക്ക് അർഹതയില്ലാത്തത്, നമുക്ക് ശരിക്കും നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യമാണ്. അത് ദാനമായിട്ട് നൽകി തരുന്നതാണ്. എന്ന് വെച്ചാൽ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും വാങ്ങാൻ കഴിയുന്നതല്ല. മാർട്ടിൻ ലൂതറും നവീകരണകർത്താക്കളും തങ്ങളുടെ രക്ഷയുടെ ഉറവിടം ക്രിസ്തുവാണെന്നും ക്രിസ്തു മാത്രമാണെന്നും കണ്ടെത്തി. അപ്പം നവീകരണകർത്താക്കൾ ടിൻഡയിലെ വിക്ലിഫ്, മാർട്ടിൻ ലൂതർ ശരിക്കും ക്രിസ്തു മാത്രമാണെന്ന്, ക്രിസ്തുവാണെന്ന്, രക്ഷയുടെ ഉറവിടം ക്രിസ്തുവാണെന്നും അത് ക്രിസ്തു മാത്രമാണെന്നും അവർ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ മാർട്ടിൻ ലൂതർ അത് പ്രസംഗിക്കാൻ തുടങ്ങി. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഹൃദയസ്പർശിയായ പ്രസംഗങ്ങളാണ് മാർട്ടിൻ ലൂതർ നടത്തിയത്. എന്ന നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അപ്പൊ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഹൃദയസ്പർശിയായ പ്രസംഗങ്ങൾ കേൾക്കാൻ ജനങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് പറയുന്നത് മാർട്ടിൻ ലൂതറിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ. അപ്പൊ ലൂതറിന്റെ സന്ദേശങ്ങൾ ഹൃദയങ്ങളെ സ്പർശിച്ചു, ജീവിതങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു. മുഴുവൻ മനുഷ്യരാശിയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ലൂതർ സന്തോഷിച്ചു. അതിനാണ് ഏറ്റവും കൂടുതൽ മഹാത്മാ എന്താണെന്ന് അറിയാമോ? ഹൃദയസ്പർശിയായ പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു ജനക്കൂട്ടം ഒഴുകിയെത്തി മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ആ ഇഷ്ടത്തിലാണ് ലൂതറിന് ഏറ്റവും കൂടുതൽ നശിച്ചു പോകാതെ മനുഷ്യരാശി രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. രക്ഷയെക്കുറിച്ചുള്ള അന്നത്തെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ, ഭാഗികമായി മനുഷ്യൻ രക്ഷ നേടണം, ബാക്കി ദൈവം. അപ്പോൾ രക്ഷ ഭാഗികമായി മനുഷ്യ പ്രയത്നവും ഭാഗികമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയും എന്നാണ് അന്ന് വരെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുന്നതിന് പര്യാപ്തമാണെന്ന് ലൂതർ പഠിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുന്നതിന് പര്യാപ്തമാണെന്നാണ് പഠിപ്പിച്ചത്. അപ്പം ദൈവത്തിന് ഒരു പങ്കുമില്ലാത്ത നമ്മുടെ പാപങ്ങൾക്കായി അവൻ ശിക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നടകൊണ്ടപ്പോൾ അവന് യാതൊരു പങ്കുമില്ലാത്ത പാപത്തിന് വേണ്ടി അവന് ശിക്ഷിക്കപ്പെട്ടു. നമുക്കൊരു പങ്കുമില്ലാത്ത അവൻ്റെ നീതിയാൽ നാം ന്യായീകരിക്കപ്പെടേണ്ടതിന് അവൻ കഷ്ടം സഹിച്ചു. അപ്പോൾ നമുക്ക് യാതൊരു പങ്കുമില്ലാത്തൊരു കാര്യമാണ് ദൈവം നമ്മെ വീണ്ടെടുക്കുന്നത്. അതിന് ദൈവം കഷ്ടം സഹിച്ചു. അവൻ്റേതായ ജീവിതം നമുക്ക് ലഭിക്കുവാൻ നമ്മുടേതായ മരണം യേശു ക്രിസ്തു ഏറ്റെടുത്തു. എങ്ങനെയാണ് മരണം ഭൂമിയിൽ വന്നത്? പാപം ചെയ്തതുകൊണ്ടാണ് മരണം. യേശു ക്രിസ്തു പാപമില്ല, അവൻ്റേതായ ജീവിതം നമുക്ക് തരുന്നതിന് വേണ്ടി നമ്മുടെ മരണം അവൻ ഏറ്റെടുത്തു. വ്യാഴം, അനുസരണം വിശ്വാസത്തിൻ്റെ ഫലം. റോമർ 3:27 മുതൽ 31 വരെ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ
അല്ല വിശ്വാസമാർഗത്താലോ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലോ? അതേ, ജാതികളുടെയും ദൈവം ആകുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നു. ഇവിടെ ശരിക്കും ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നറിയാമോ? വിശ്വാസം മൂലമാണ് നീതീകരണം നടക്കുന്നത്. അതാണ് ചർച്ച ചെയ്യപ്പെടുന്ന വിശ്വാസം. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല വിശ്വാസത്താലോ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലോ? അതേ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവമേകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക. അപ്പം ഇവിടെ ശരിക്കും ചർച്ച ചെയ്യുന്ന വിഷയം വിശ്വാസം മൂലമാണ് നീതീകരണം എന്നത്. എങ്ങനെ നീതീകരിക്കപ്പെടും? അത് വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്. അത് കൃപയാലാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് അത് സാധ്യമാകുന്നത്. അപ്പം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ കൃപയാലാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് സാധ്യമാകുന്നത്. എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്തത്തിൻ്റെ മറവിൽ നീതീകരിക്കപ്പെടും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്തത്തിൻ്റെ മറവിൽ നീതീകരിക്കപ്പെടുന്നു. ഇപ്പം മാർട്ടിൻ ലൂതറിൻ്റെ കാലത്തെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഒരു പുതിയ കാറ്റ് വീശുകയായിരുന്നു. 10,000-കണക്കിന് ആളുകളെ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും മാറി യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാൻ മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചു. അതുവരെ കർമ്മങ്ങളും ബാലിശമായ ആരാധനകളും സ്തുതികളും ഒക്കെ മാത്രമേ ആരാധനയിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 10,000-കണക്കിന് ആളുകളെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാറി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാൻ മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചു. വിശ്വാസി സ്വയത്തിലേക്ക് നോക്കണം. അവൻ എവിടെ നിൽക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കണം. ദൈവകൃപ നമ്മെ മാറ്റിമറിക്കും. ഇപ്പം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരു പാപിയെ ദൈവകൃപ മാറ്റിമറിക്കും. ഇപ്പം സുപ്രസിദ്ധ സുവിശേഷകനായ ജോൺ വെസ്ലി മാർട്ടിൻ ലൂതറിൻ്റെ പ്രസംഗം കേട്ട് അദ്ദേഹത്തിൻ്റെ വേദപഠന ഉദ്യമത്തിൽ കൂടി സുവിശേഷം മനസ്സിലാക്കി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്ന് തട്ടസിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് പുറപ്പെട്ടു. ജോൺ വെസ്ലി വലിയ സുവിശേഷകനാണ്. അദ്ദേഹം മാർട്ടിൻ ലൂതറിൻ്റെ പ്രസംഗത്തിൽ പ്രചോദിതനായി ക്രിസ്തുവിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്ന് തട്ടഹസിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പുറപ്പെട്ടു. 1 പത്രോസ് 2:2-3 ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിപ്പീൻ. ഇപ്പോൾ ജനിച്ച നവജാത ശിശുക്കൾക്ക് വളരുവാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള പാല്, മായമില്ലാത്ത പാല്, തിരുവചനത്തെ അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. വചനത്തെ ഇവിടെ മായമില്ലാത്ത പാലിനോട് ഉപമിച്ചിരിക്കുന്നു. മായമില്ലാത്തതെന്ന് പറഞ്ഞാൽ നിർമ്മലമായതെന്നാണ് എൻ്റെ അർത്ഥം. മായമില്ലാത്തതെന്ന് പറഞ്ഞാൽ നിർമ്മലമായത്. ആത്മീക ശിശു ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആരോഗ്യമുള്ളവനായി വളരണം. പത്രോസ് 3:18 കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി വളരേണ്ടത്? കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. തിരുവെഴുത്ത് വിശ്വാസികളായ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന് ശരിക്കും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ട്. ഇപ്പോൾ തിരുവെഴുത്ത്
വായിച്ചു മനസ്സിലാക്കിയ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവർ വലിയ വില കൊടുക്കേണ്ടി വന്നു. കാലാകാലങ്ങളിൽ അവർക്ക് എന്തൊക്കെ സംഭവിച്ചു? അവർ പീഡിപ്പിക്കപ്പെട്ടു, അവരെ തടവിലാക്കി, അവരെ നാടുകടത്തി, അവരെ വധിച്ചു, അവരുടെ വസ്തുവകകളെല്ലാം കണ്ടുകെട്ടി, കുടുംബാംഗങ്ങളെ പീഡിപ്പിച്ചു. എന്നാൽ ഈ വിശ്വാസ വീരന്മാരെ കർത്താവ് ഒരിക്കലും കൈവിട്ടില്ല. എലീശായുടെ ദാസന് ശത്രു സൈന്യം അവരെ ചുറ്റിയിരിക്കുന്നതും രക്ഷപ്പെടുവാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും തൻ്റെ യജമാനനെ അറിയിച്ചപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. നോക്കൂ, ആ ദൈവ മനുഷ്യനെ സംരക്ഷിക്കാനായി സ്വർഗത്തിലെ സൈന്യം അഗ്നിമയ രഥങ്ങളിലും കുതിരകളിലുമായി പർവ്വതം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് നവീകരണകർത്താക്കളെ ദൈവം തമ്പുരാൻ രക്ഷിച്ചത്. അവരെ മാലാഖമാർ കാത്തു എന്ന് പറയുന്നുണ്ട്. അവർക്കൊരു നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു. എന്താണ് അവരുടെ പ്രത്യാശ? എബ്രായർ 11:10 നാം ആ പ്രത്യാശ കാണുന്നു. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി അവർ കാത്തിരുന്നു. അപ്പം ശരിക്കും എല്ലാ നവീകരണകർത്താക്കളെയും ദൈവം കാത്തു. അവരുടെ നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി അവർ കാത്തിരുന്നു. എബ്രായർ 11:10. അപ്പം വിശ്വാസത്താലുള്ള നൈതികരണം, ലൂതർ പുതുതായി കണ്ടെത്തിയ മഹത്തായ സത്യം, നമ്മുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനവും നമ്മുടെ രക്ഷയുടെ പ്രത്യാശ അധിവസിക്കുന്ന സത്യവുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാർട്ടിൻ ലൂതർ കണ്ടെത്തിയ ഈ പുതിയ സത്യം, വിശ്വാസത്താലുള്ള നീതീകരണം, ആ മഹത്തായ സത്യം നമ്മുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നതിൻ്റെ പ്രത്യാശ അധിവസിക്കുന്ന സത്യവുമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് തിരുവചനം പഠിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, അടിയനെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, തിരുവചനത്തിൽ നവോത്ഥാന നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ ദൈവമക്കളും അവരെ കാൽവരിയിൽ രക്ഷകനായി കർത്താവെ ഞങ്ങൾക്കായി രക്തം ചിന്തിയ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു, കാണിച്ചു. പരിശുദ്ധാത്മ ശക്തിയാൽ അവർ ദൈവവചനം സംസാരിച്ചു. അനേകായിരങ്ങൾ ദൈവഭാഗത്ത് വന്നു. കോടിക്കണക്കിന് ആളുകൾ ദൈവഭാഗത്ത് വന്നു, ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും കർത്താവിന് നിർമ്മിച്ച, അങ്ങ് ശില്പിയായി നിർമ്മിച്ച ആ രാജ്യത്തിന് വേണ്ടി നോക്കി പാർക്കുന്നുണ്ട്. ആ രാജ്യം ഞങ്ങളുടേതാക്കി തീർക്കുവാൻ സ്വർഗം കനിയണമേ. കർത്താവായ യേശു ക്രിസ്തു മഹത്വ പ്രത്യക്ഷതയിൽ വരുമ്പോൾ ദൈവമേ, ഞങ്ങളും അങ്ങേ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകുവാൻ തിരുമേനി കൃപ ചെയ്യണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.